കൊച്ചിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയെന്ന കേസിൽ വമ്പൻ ട്വിസ്റ്റ്. കൊച്ചി മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് വഴിത്തിരിവ്. തട്ടിക്കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന റിജോയ് എന്ന യുവാവിനെ 4 ഗ്രാം MDMA പ്രത്യേക സംഘം ഇന്ന് രാവിലെ പിടികൂടി. ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന മറ്റ് 3 പേരും പിടിയിലായിട്ടുണ്ട്. ഇവരുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, വമ്പൻ ട്വിസ്റ്റ്, തികച്ചും ആസൂത്രിതമായ നീക്കങ്ങളാണ് ഇത് പിന്നിലുണ്ടായത് എന്ന് വ്യക്തമാവുകയാണ്. പോലീസിന്റെ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? കെ പി സൂചിപ്പിച്ചതുപോലെ തന്നെ സിനിമാ കഥകളെ വെല്ലുന്ന KP പറഞ്ഞതുപോലെ തന്നെ ഒരു സിനിമാ കഥകളെ വെല്ലുന്ന ഒരു ടെസ്റ്റും വഴിത്തിരിവും തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ യുവാവിനെ തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ആ യുവാവിനെ 4.5 ഗ്രാം MDMA ഡാൻസ് ഓഫ് എന്ന് പിടികൂടിയിട്ടുള്ളത്. ആ ദൃശ്യങ്ങൾ തന്നെയാണ് പിടികൂടി പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതിന്റെ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റു 3 പേരെയും പിടികൂടിയിട്ടുണ്ട് പാലാരിവട്ടം പോലീസ്. 29-ാം തീയതി രാത്രിയാണ് റിജോയെ തട്ടിക്കൊണ്ടുപോയി എന്ന് ഒരു ഡെലിവറി ബോയ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വ്യാപകമായി തന്നെയുള്ള പരിശോധനകളിലേക്ക് കടക്കുന്നത്. തുടർന്ന് വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ, വിശദമായ അന്വേഷണം എല്ലാം തന്നെ നടത്തിയിരുന്നു. ഈ കേസിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് റിജോയ് ഉൾപ്പെടെ 4 പേരെ ഇന്ന് പിടികൂടിയിട്ടുള്ളത്. റിജോയെ കാറിൽ കയറ്റി കൊണ്ടുപോയവരെ കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. അവരെ ആരാണ് കൊണ്ടുപോയത് എന്നത് സംബന്ധിച്ച്, അതും ലഹരി സംഘങ്ങളാണോ, ലഹരി ഇടപാടുകളുമായി ബന്ധമുള്ള ആളുകളാണോ എന്നൊരു സംശയം അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം, പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിജോയെ വിശദമായി ചോദ്യം ചെയ്യുക, റിജോയെയും ഒപ്പം തന്നെ കസ്റ്റഡിയിലെടുത്ത മറ്റു ആളുകളെയും വിശദമായി ചോദ്യം ചെയ്യുന്നതോടുകൂടി തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കാരണം ലഹരി ഇടപാടുകൾ നടത്തിയിരുന്ന സംഘങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഏതെങ്കിലും പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണോ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള വാക്കുതർക്കങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണോ ഈ തട്ടിക്കൊണ്ടുപോകൽ നാടകമടക്കം നടന്നിരിക്കുന്നത് എന്നത് തന്നെയാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഈ സംഘം ഏതെല്ലാം മുമ്പ് മറ്റ് ലഹരി കേസുകളിൽ ഉൾപ്പെട്ടിരുന്ന ആളുകളാണോ എന്നതും വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. എന്നാൽ അതിലേക്കാൾ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുപോയി എന്ന രീതിയിൽ സാധാരണമായി വന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ഒരു പരാതി, ആ പരാതിയെ തുടർന്നുള്ള അന്വേഷണം ഒടുവിൽ വലിയ ഒരു ട്വിസ്റ്റിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നു. അയാൾ ഒരു പ്രതിയാണ്, ലഹരി കേസിൽ ഉൾപ്പെട്ട ആളാണ് എന്നത് വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്ന നിലയിലേക്കും ഡാൻസ് ഓഫ് സംഘം റിജോയെ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിലേക്കും എല്ലാം തന്നെ എത്തിയിരിക്കുന്നു. ഇനി ഇയാളെ ചോദ്യം ചെയ്ത് വിശദമായി ലഭിക്കുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രധാനമായും അന്വേഷണ സംഘം മുന്നോട്ട് പോവുക. KP. ശരി, ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.